ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു CSCB റാങ്കർ. നമ്മൾ ചാപ്റ്റർ 8 പാർട്ട് എ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലൊരു 2-3 ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയുള്ളത് എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വരുന്ന CSCB ആവട്ടെ, അതുപോലെ തന്നെ KS കാർഡ് ബാങ്ക് ആവട്ടെ, JCI ആവട്ടെ, എല്ലാവർക്കും ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളത് വീണ്ടും റിവൈസ് ചെയ്ത് നല്ലപോലെ മനഃപാഠമാക്കുക. Question number 1. Who should the society request for conducting the annual audit? Answer. The society should request the Director of Cooperative Audit. ആനുവൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി സൊസൈറ്റി ആർക്കാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്? അത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിനാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കും റിക്വസ്റ്റ് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2. ത്രൂ whom ഷുഡ് ദ ഡോക്യുമെൻറ്റ്സ് ബി സബ്മിറ്റഡ് ഫോർ ഓഡിറ്റ്? ആൻസർ. ത്രൂ ദി ചീഫ് എക്സിക്യൂട്ടീവ് ടു ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഓർ ആൻ ഓതറൈസ്ഡ് ഓഫീസർ. ഓഡിറ്റിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ആരിലൂടെയാണ് ഓഡിറ്ററിലേക്ക് എത്തുന്നത് എന്നാണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അദ്ദേഹം അത് പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിക്ക് കൊടുത്ത് മാനേജിംഗ് കമ്മിറ്റി അത് ചെക്ക് ചെയ്തതിനു ശേഷമാണ് DCIയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഓഫീസറിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ഫോർ സബ്മിറ്റിംഗ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്സ്? Answer. Within 2 months from the receipt of the audit certificate. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള കാലാവധിയാണ് ഇവിടെ പറയുന്നത്. അത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കണമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ഓഡിറ്റ് കഴിഞ്ഞ് ആ സൊസൈറ്റിയിലുള്ള തെറ്റുതിരുത്തലുകളൊക്കെ, അതിൽ സംഭവിച്ചിരിക്കുന്ന തെറ്റുകൾക്കൊക്കെ എന്താണ് റെമഡീസ് എന്ന് കണ്ടുപിടിച്ച് അതിന് റെക്ടിഫിക്കേഷൻ നടത്തുന്നതിനുള്ള ആ ഒരു സമയം, അത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനകം ആ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഓഡിറ്റർക്ക് കൈമാറേണ്ടതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചാപ്റ്റർ 8 പാർട്ട് ബിയിലേക്ക് കടക്കുകയാണ്. ഇൻക്വയറി, സസ്പെൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സർചാർജ്. സെക്ഷൻ 65 മുതൽ 68 വരെ. സെക്ഷൻ 65 ഇൻക്വയറി ബൈ ദി രജിസ്ട്രാർ. സെക്ഷൻ 65 സബ്സെക്ഷൻ 1. ദ രജിസ്ട്രാർ മേ A. on his own motion or on an inquiry report of the vigilance officer appointed under section 68A or on a report of the director of cooperative audit appointed under section 63 or on an application by the majority of the members of the committee of the society or by not less than 1/3 of the total members of the society or the number of members required for quorum for the general body meeting, whichever is less. രജിസ്ട്രാർ നടത്തുന്ന അന്വേഷണം, അതാണ് സെക്ഷൻ 65 പറയുന്നത്. ഇനിയോ സെക്ഷൻ 65 സബ്സെക്ഷൻ 1 പറയുന്നത് ഈ അന്വേഷണങ്ങൾ രജിസ്ട്രാർ എങ്ങനെയാണ് അന്വേഷണത്തിലേക്ക് കടക്കുന്നത്? പല രീതിയിലാവാം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത് ഓൺ ഹിസ് ഓൺ മോഷൻ എന്ന് വെച്ചാൽ സ്വയം തോന്നിയിട്ട്, സ്വമോട്ടോ, അതായത് സ്വന്തമായി തോന്നി, അല്ലെങ്കിൽ ഒരു എൻക്വയറി നടത്തണമെന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അതിനാണ് ഓൺ ഹിസ് ഓൺ മോഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് ഓൺ ആൻ ഇൻക്വയറി റിപ്പോർട്ട് ഓഫ് ദി വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A. 68A പ്രകാരം അപ്പോയിൻ്റ് ചെയ്ത വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി രജിസ്ട്രാർക്ക് അന്വേഷണത്തിന് ഉത്തരവിടാം. ഇനി അടുത്തതോ ഓൺ എ റിപ്പോർട്ട് ഓഫ് ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 63. സെക്ഷൻ 63 പ്രകാരം അപ്പോയിൻ്റ് ചെയ്ത DCIയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് എൻക്വയറിക്ക് അഥവാ അന്വേഷണത്തിന് ഓർഡർ ഇടാൻ രജിസ്ട്രാർക്ക് കഴിയും. ഇനി അടുത്തതോ ഓൺ ആൻ ആപ്ലിക്കേഷൻ ബൈ ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റി അംഗങ്ങളിൽ മെജോറിറ്റി, കൂടുതൽ ആളുകളും ആവശ്യപ്പെടുകയാണ് ഒരു എൻക്വയറി അത്യാവശ്യമാണ്, എന്തെങ്കിലും
ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെതിരെ അന്വേഷണം വേണമെന്ന് ആ കമ്മിറ്റി മെമ്പേഴ്സിലെ കൂടുതൽ ആളുകളും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് എൻക്വയറിക്ക് ഓർഡർ ഇടാം. പിന്നെയോ by not less than 1/3 of the total members of the society. ഒരു സൊസൈറ്റിയിലെ മൊത്തം അംഗങ്ങളിൽ 1/3 ആളുകൾ ആവശ്യപ്പെട്ടാലും രജിസ്ട്രാർക്ക് എൻക്വയറിക്കുള്ള ഓർഡർ ഇടാൻ സാധിക്കും. ഇനി അല്ലെങ്കിലോ അത് അമെൻമെൻ്റ് ആണ്. ഓർ ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ഫോർ quorum ഫോർ ദി ജനറൽ ബോഡി മീറ്റിംഗ് വിച്ച് എവർ ഈസ് ലെസ്. ഒരു ജനറൽ ബോഡി യോഗത്തിന് ആവശ്യമായ കോറം അതിൽ ഏതാണോ കുറവുള്ളത് അവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് എൻക്വയറിക്കുള്ള ഉത്തരവിടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഒരു സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ആളുകളോ അല്ല എങ്കിൽ സൊസൈറ്റിയിലെ മെമ്പേഴ്സിൽ 1/3 1/3 ആളുകളോ അല്ല എങ്കിൽ ജനറൽ ബോഡി കൂടുന്നതിനാവശ്യമായ കോറം ഇതിൽ ഏതാണ് ആരാവശ്യപ്പെട്ടാലും അതിലേറ്റവും കുറവുള്ള ആളുകൾ ആവശ്യപ്പെട്ടാലും ഈ എൻക്വയറിക്ക് ഓർഡർ ഇടാനായിട്ട് രജിസ്ട്രാർക്ക് സാധിക്കും. നെക്സ്റ്റ്, ഓൺ ആൻ ആപ്ലിക്കേഷൻ ബൈ ദ അപ്പെക്സ് സൊസൈറ്റി ഓർ ഫിനാൻസിംഗ് ബാങ്ക് ഓഫ് വിച്ച് സച്ച് സൊസൈറ്റി ഈസ് എ മെമ്പർ. അതായത് ഒരു സൊസൈറ്റി അംഗമായിരിക്കുന്ന അപ്പെക്സ് സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ ഫിനാൻസിംഗ് ബാങ്കിൻ്റെയോ ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അവരാവശ്യപ്പെടുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന സൊസൈറ്റിയിൽ ഒരു എൻക്വയറിക്ക് എൻക്വയറി ആവശ്യമാണ്, അന്വേഷണം ആവശ്യമാണെന്ന് രജിസ്ട്രാറോട് അവരാവശ്യപ്പെട്ടാൽ അതിനെ അനുവദിച്ചുകൊണ്ടും രജിസ്ട്രാർക്ക് എൻക്വയറിക്കുള്ള ഓർഡർ ഇടാവുന്നതാണ്. നെക്സ്റ്റ്, on an application of a society to which the society concerned is affiliated, hold an inquiry by himself or by a person authorized by order in writing into the constitution, working and financial condition of the society if he is satisfied that it is necessary so to do. അതായത് ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്, അംഗത്വം എടുത്തിട്ടുണ്ട് എങ്കിൽ ആ സൊസൈറ്റിയുടെ ആവശ്യപ്രകാരം എൻക്വയറി നടത്താം. അത് ആ സൊസൈറ്റിയുടെ ആവശ്യപ്രകാരമോ അല്ലെങ്കിൽ ആ സൊസൈറ്റി മറ്റൊരാളെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ മുഖേനയോ ഈ എൻക്വയറിക്കുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എൻക്വയറിക്ക് കൊടുക്കാനുള്ള ചാൻസ് എന്തിനെക്കുറിച്ചൊക്കെയാണ് അന്വേഷണം നടത്തുന്നത്? ആ സൊസൈറ്റിയുടെ ഘടന, പ്രവർത്തനങ്ങൾ, സാമ്പത്തിക സ്ഥിതി എന്നിവയെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്താം. ഈ അന്വേഷണം നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് ഈ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സൊസൈറ്റിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവർക്ക് നടത്താനുള്ള അധികാരമുണ്ട്. അതായത് ഈ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സൊസൈറ്റി ആവശ്യപ്പെട്ടാൽ രജിസ്ട്രാർ എൻക്വയറിക്കുള്ള ഓർഡർ ഇടുമെന്നുള്ളതാണ്. ഇതിനെ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. സെക്ഷൻ 65 എൻക്വയറി ബൈ ദി രജിസ്ട്രാർ. Section 65 subsection 1 on his own initiative or suo motu based on a report from the vigilance officer. Section 68A based on a report from the director of cooperative audit. Section 63 on application by majority of committee members or at least 1/3 of the total society members or minimum quorum required for general body meeting, whichever is less. On an application by the Apex Society or Financing Bank, if the society is a member. On application by an affiliated society, registrar may conduct inquiry himself or through authorized person into constitution, working, financial condition if he finds it necessary. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നോക്കാം. UNO came into being in the year. Answer 1945. നെക്സ്റ്റ്, മീനിങ് ഓഫ് കോംപ്ലസൻസ്. ആൻസർ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു തരത്തിലുള്ള ആത്മവിശ്വാസമാണത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ സീരീസ്.
2, 10, 30, 68 and dash. ആൻസർ 130. എങ്ങനെ കിട്ടിയത്? 2ൻ്റെ ക്യൂബിനോട് 2 കൂട്ടിയപ്പോൾ 10 കിട്ടി. 3ൻ്റെ ക്യൂബിനോട് 3 കൂട്ടിയപ്പോൾ 30 കിട്ടി. 4ൻ്റെ ക്യൂബിനോട് 4 കൂട്ടിയപ്പോൾ 68 കിട്ടി. അപ്പോൾ അടുത്തതായിട്ട് 5ൻ്റെ ക്യൂബിനോട് 5 കൂട്ടിയപ്പോൾ 130 കിട്ടി. ദാറ്റ് ഈസ് ദ ആൻസർ. Now your turn to answer. First question, Arjuna award is related to. Next, meaning of copiers. Next, find the best alternative. 3 is to 243 and 5 is to dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.